എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ആദ്യമായി ജുമുഅ നമസ്കാരം നടന്നതും ഈ പള്ളിയിലാണ്. AD 629 ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. കൃത്യം 1395 വർഷങ്ങൾക്ക് മുമ്പ് അറബ് നാട്ടിൽ നിന്നും വന്ന മാലിക് ബിൻ ദീനാറാണ് ഇത് പണി കഴിപ്പിച്ചത്. അന്നത്തെ കേരളീയ വാസ്തുശില്പകലയുടെ മാതൃകയിലാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇവിടെ ഭരണം നടത്തിയിരുന്ന ചേരരാജാവായ ചേരമാൻ പെരുമാൾ പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് അറബ് വ്യാപാരികളിൽ നിന്നും അറിഞ്ഞ് തൻ്റെ രാജാധികാരം മരുമക്കത്തായ സമ്പ്രദായമനുസരിച്ച് കൈമാറി മക്കത്ത് പോയി നബിയെ കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച് മടക്കയാത്രയിൽ ഒമാനിലെ സലാലയിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. ഒമാനിലെ സലാലയിൽ അദ്ദേഹത്തിൻ്റെ ഖബർ ഇന്നും പ്രത്യേകം സംരക്ഷിച്ചു പോരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ പ്രമുഖനായ മാലിക് ബിൻ ദീനാറിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് ഒരു സംഘം കേരളത്തിലെത്തുകയും ആദ്യം കൊടുങ്ങല്ലൂരിലും പിന്നീട് കേരളത്തിൽ പലയിടത്തായി 11ഓളം പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ അവസാനത്തെ പള്ളി കാസർഗോഡ് തലങ്കരയിലെ പ്രസിദ്ധമായ മാലിക് ദീനാർ പള്ളിയാണ്. ഇപ്പോൾ ചേരമാൻ ജുമാ മസ്ജിദ് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. പഴയ പള്ളി മുഴുവനായും പൊളിച്ചു നീക്കി അവിടെ അണ്ടർഗ്രൗണ്ട് നിർമ്മിച്ച് പില്ലർ നൽകി മുകളിൽ സ്ലാബ് വാർത്ത് അതിൻ്റെ മുകളിൽ പഴയ പള്ളിയുടെ അതേ മാതൃകയിൽ ഒരു മാറ്റവുമില്ലാതെ പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നു. ഒറ്റനോട്ടത്തിൽ പഴയ പള്ളിയാണ് എന്ന് ഏതൊരാൾക്കും തോന്നുകയുള്ളൂ. അണ്ടർഗ്രൗണ്ടിൽ പള്ളിക്ക് വേണ്ടി വിശാലമായ ഒരു നിസ്കാര ഹാൾ ഒരുക്കിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതിനു വേണ്ടി മുൻവശത്തു കൂടി 2 വഴികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ പള്ളിയുടെ കുളത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു വഴിയും തയ്യാറാക്കിയിട്ടുണ്ട്. പള്ളിയുടെ മുറ്റം വിശാലമാക്കി മാർബിൾ പാകിയിരിക്കുന്നു. മനോഹരമായ ചുറ്റുമതിലും നിർമ്മിച്ചിട്ടുണ്ട്. പള്ളിപ്പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതവിശ്വാസികളും എല്ലാ സമയത്തും ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിക്കാറുണ്ട്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.